എല്ലാവർക്കും നമസ്കാരം. ജയശങ്കര. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ജയശങ്കര. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അവതരിപ്പിക്കുന്ന രാമായണക്കാറ്റിലേക്ക് ഏവർക്ക് സ്വാഗതം. ഇന്ന് രാമായണക്കാറ്റിന്റെ 29ാം ദിവസമാണ്. ഇന്ന് പാരായണം നടത്തുന്നത് ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷനിൽ ലൈഫ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള അംഗങ്ങളാണ്. എല്ലാവരെയും വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഗുരുസ്മരണയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി ഏട്ടത്തിയെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജയശങ്കര. വക്രതുണ്ഡ മഹാകായ കോടി സൂര്യ സമപ്രഭാ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ. അജ്ഞാനാന്ത ജഗനപതിതാം ആത്മവിദ്യോപദേശൈ ത്രാതും ലോകാൻ ഭവതവശിഖാ തവ പാപാസ്യമാനാം മുക്ത്വാ മൗനം വടവിടവിനോ മൂലദോ നിഷ്പദന്തി ശംഭോർമൂർത്തിർ ശരദി ഭുവനേ ശങ്കരാചാര്യ രൂപാ സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. കുജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാത്മീകി കോകിലം. രാമ 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 പാഹി മാം. രാമ രാമ പാഹി മാം. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഏട്ടത്തി. ഇന്ന് പാരായണം ആരംഭിക്കുകയാണ്. ഇന്ന് പാരായണം ചെയ്യേണ്ട ഭാഗം യുദ്ധകാണ്ഡത്തിൽ രാമ രാവണ യുദ്ധം തുടങ്ങുകയാണ്. ആദ്യമായി പാരായണം ചെയ്യുവാനായി ഞാൻ ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആലപ്പുഴ ജില്ലാ ചാപ്റ്റർ ചീഫ് കോർഡിനേറ്ററായ ശ്രീമതി ഉഷ അന്തർജനത്തിനെ ഈ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കുറച്ച് ഭാഗം പാരായണം ചെയ്യുന്നതിനായി. ഉഷേട്ടത്തി കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. ഞാന് ഇതിലെടുക്കുക ഇതായതുകൊണ്ടേ. ഓ ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. ശ്രീരാമ രാമ രാമ ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ.
യുദ്ധം പറഞ്ഞു യുദ്ധത്തിനൊരുമ്പെട്ടു ബദ്ധമോദം പുറപ്പെട്ടിതു രാവണൻ. മൂലബലാദികൾ സങ്കരത്തിനു തൽക്കാലേ പുറപ്പെട്ടു വന്നിതു ഭൂതലേ. ഈ ഭാഗമില്ലയോ? അതെ ഉഷയോളെ. ലങ്കാധിപനു സഹായമായി വേഗേന സംഖ്യയില്ലാതെ ചതുരംഗസേനയും 10 പടനായകന്മാരൊന്നിച്ചു 10 കഴുത്തനെ കൂപ്പി പുറപ്പെട്ടാർ. വാരിധി പോലെ പരന്നു വരുന്നതു മാരുതി മുമ്പാം കവികൾ കണ്ടെത്രയും ഭീതി മുഴുത്തു വാങ്ങിയിടുന്നതു കണ്ടു നീതിമാനാകിയ രാമനും ചൊല്ലിനാൻ. വാനരവീരരെ, നിങ്ങളിവരോടു മാനം നടിച്ചു ചെന്നേൽക്കരുതാരുമേ. ഞാൻ ഇവരോടു പോർ ചെയ്തൊടുക്കിയിടുവാൻ ആനന്ദം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളുകേവരും എന്നരുൾ ചെയ്തു നിശാചരസേനയിൽ ചെന്നു ചാടിയിടിനാൻ ഏകനാമീശ്വരൻ. ചാപബാണങ്ങളും കൈക്കൊണ്ടു രാഘവൻ കോപേന ബാണജാലങ്ങൾ തൂകിയിടിനാൻ. എത്ര നിശാചരരുണ്ടു വന്നേറ്റത് അങ്ങ് അത്ര രാമന്മാരുമുണ്ടെന്നതുപോലെ രാമമയമായി ചമഞ്ഞതു സംഗ്രാമഭൂമിയും. എന്തൊരു വൈഭവം അന്നേരം എന്നോടു തന്നെ പൊരുനിന്നു രാഘവനെന്നു തോന്നി രജനീചരർക്കൊക്കവേ. 12 നാഴിക നേരം ഒരുപോലെ യാതുധാനാവലിയോടു രഘൂത്തമനസ്ത്രം വർഷിച്ച നേരം ആർക്കും തത്ര ചിത്തേ തിരിച്ചറിയായതില്ലേതുമേ. വാസരരാത്രി നിശാചര വാനരമേദിനി വാരുതി ശൈലവനങ്ങളും ഭേദമില്ലാതെ ശരങ്ങൾ നിറഞ്ഞിതുമേതുരന്മാരായ രാക്ഷസവീരരും ആനയും തേരും കുതിരയും കാലാളും വീണു മരിച്ചു നിറഞ്ഞിതു പോർക്കളം. കാളിയും കൂളികളും കബന്ധങ്ങളും കാളനിശീധിനിയും പിശാചങ്ങളും നായും നരിയും കഴുകകൾ കാകങ്ങൾ പേയും പെരുത്തു ഭയങ്കരമാം വണ്ണം. രാമചാപത്തിൻ മണിതന്നിനാദവും വ്യോമമാർഗേ തുടരെ കേട്ടു. ദേവഗന്ധർവ യക്ഷാപരോ വൃന്ദവും ദേവമുനീന്ദ്രനാം നാരദനും തഥാ രാഘവൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാർ ആകാശചാരികൾ ആനന്ദപൂർവകം. 12 നാഴിക കൊണ്ടു നിശാചരർ മേദിനി തന്നിൽ വീണിടിനാരൊക്കവേ. മേഘത്തിനുള്ളിൽ നിന്നർക്കബിംബം പോലെ രാഘവൻ തന്നെയും കാണായി തന്നേരം. ലക്ഷ്മണൻ താനും വിഭീഷണനും പുനരർക്കതനയനും മാരുതപുത്രനും മറ്റുള്ള വാനരവീരരും വന്ദിച്ചു ചുറ്റും നിറഞ്ഞിതു രാഘവൻ. അന്നേരം മർക്കട നായകന്മാരോടരുളി ചെയ്തു, ഇക്കണക്കെ യുദ്ധമാശു ചെയ്തിടുവാൻ നാരായണനും പരമേശ്വരനും ഒഴിഞ്ഞാരുമില്ലെന്നു കേൾപ്പുണ്ടു ഞാൻ മുന്നമേ. രാക്ഷസരാജ്യം മുഴുവൻ അതുനേരം രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടിനാർ. താതാ, സഹോദര, നന്ദന, വല്ലഭ, നാഥ, നമുക്കവലംബനമാരയ്യോ. വൃദ്ധയായ ഏറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം ഈ ആപത്തതൊക്കവെ വർദ്ധിച്ചു വന്നതു മറ്റില്ല കാരണം. ശൂർപ്പണഖ എന്തു കുറ്റമതിൽ പരമ്പേ പെരുമാളല്ലയോ ദശകന്ധരൻ. ജാനകിയെ കൊതിച്ചാശു കുലം മുടിച്ചാൻ ഒരു മൂഢൻ മഹാപാപി രാവണൻ. അർത്ഥപ്രഹരമാത്രേണ ഖരാദിയെ യുദ്ധേ വധിച്ചതും വൃത്രാരിപുത്രനെ മൃത്യു വരുത്തി വാഴിച്ചു സുഗ്രീവനെ സത്വരൻ വാനരന്മാരെ അയച്ചതും മാരുതി വന്നിവിടെ ചെയ്ത കർമ്മവും വാരുതിയിൽ ചിറകെട്ടിക്കടന്നതും കണ്ടിരിക്കെ നന്നു തോന്നുന്നതെത്രയും ഉണ്ടോ വിചാരമാപത്തിങ്കലുണ്ടാവൂ. സിദ്ധമല്ലായിൽ വിഭീഷണൻ ചൊല്ലിനാൻ മത്തനായെന്നതും ധിക്കരിച്ചിടിനാൻ. ഉത്തമൻ നല്ല വിവേകി വിഭീഷണൻ സത്യവ്രതൻ മേലിൽ നന്നായി വരും അവൻ. നീചനിവൻ കുലമൊക്ക മുടിപ്പതിനാചരിച്ചാനിതു തൻ മരണത്തിനും. നല്ല സുതന്മാരെയും തമ്പിമാരെയും കൊല്ലിച്ചു മറ്റുള്ള മാതൃജനത്തെയും എല്ലാം അനുഭവിച്ചിടുവാൻ പണ്ടുതാൻ വല്ലായ്മ ചെയ്തതും എല്ലാം മറന്നിതോ. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും നിർമര്യാദ മടക്കിനാൻ ഏറ്റവും. നാട്ടിലിരിക്കും പ്രജകളെ പീഡിച്ചു കാട്ടിലാക്കി ചമച്ചിടിനാൻ കശ്മലൻ. അർത്ഥം അന്യായേന നിത്യമാർജിക്കുകയും
മിത്രജനത്തെ വെറുത്തു ചമയ്ക്കുകയും ബ്രാഹ്മണരെ കൊല ചെയ്യുകയും മറ്റുള്ള ധാർമ്മികന്മാർ മുതലൊക്കെ അടക്കിയും പാരം ഗുരുജനദോഷവും ഉണ്ടിവൻ ആരെയുമില്ല കൃപയും ഒരിക്കലും. മഹാഭാവി ചെയ്തൊരു കർമ്മത്തിനാൽ നമ്മയും ദുഃഖിക്കുമാറാക്കിനാനിവൻ. ഇത്തം പരസ്ത്രീ ജനത്തിൻ ജനത്തിൻ വിലാപങ്ങൾ നക്തഞ്ചരാധിപൻ കേട്ടു ദുഃഖാർത്തനായി. ശത്രുക്കളെ കൊന്നൊടുക്കുവാൻ ഇന്നിനി യുദ്ധത്തിനാശു പുറപ്പെടുകിൽ നാം എന്നതു കേട്ടു വിരൂപാക്ഷനും അതിൻ മുന്നേ മഹോദരനും മഹാപാർശ്വനും ഉത്തരഗോപുരത്തൂടെ പുറപ്പെട്ടു. ശസ്ത്രങ്ങൾ തൂകി തുടങ്ങിനാരേറ്റവും ദുർനിമിത്തങ്ങളും ഉണ്ടായിതനാദരിച്ചുന്നതനായ നിശാചര നായകൻ ഗോപുരവാതിൽ പുറപ്പെട്ടു നിന്നിതു ചാപലമെന്നിയേ വാനരവീരരും. രാക്ഷസരോടെതിർത്താർ അത് കണ്ടേറ്റ മൂക്കോടടുത്തു നിശാചരവീരരും. സുഗ്രീവനും വിരൂപാക്ഷനും തങ്ങളിൽ ഉഗ്രമാം വണ്ണം പൊരുതാൻ അതു നേരം. വാഹനമാകിയ വാരണവീരനെ സാഹസം കൈക്കൊണ്ടു വാനരരാജനും കൊന്നത് കണ്ടു. വിരൂപ വിലോചനൻ ചെന്നിതു വാളും പരിചയം കൈക്കൊണ്ട് കൊന്നുകൊണ്ടൊന്നെറിഞ്ഞാൻ കപിരാജനും. നന്നായിരുന്നു വിരൂപാക്ഷനുമഥ വെട്ടിനാൻ വാനരനായക വക്ഷസി പുഷ്ടകോപത്തോടു മർക്കടരാജനും. നെറ്റിമേലൊന്നടിച്ചാൻ അതുകൊണ്ടവൻ തെറ്റെന്നു കാലപുരം ബുക്കുമേവിനാൻ. തേരിലേറിക്കൊണ്ടടുത്താൻ മഹോദരൻ തേരും തകർത്തു സുഗ്രീവൻ അവനെയും മൃത്യുപുരത്തിനയച്ചത് കണ്ടതിക്രുദ്ധനായി വന്നടുത്താൻ മഹാപാർശ്വനും. അങ്കദൻ കൊന്നാൻ അവനെ അന്നേരം പൊങ്ങും മിഴികളോടാശരാധീശനും. പോർമതത്തോടും അടുത്തു കപികളെ താമസാസ്ത്രം കൊണ്ട് വീഴ്ത്തിനാനൂഴിയിൽ. രാമനും ഐന്ദ്രാസ്ത്രമെയ്തു തടുത്തിത് താമസാസ്ത്രത്തെയും. അപ്പോൾ ദശാനനൻ ആസുരമസ്ത്രമെയ്താൻ അതു വന്നളവ് ആതുരന്മാരായിതാശു കപികളും. വാരണ സൂര കുക്കുട ക്രോഷ്ടക സാരമയോരക സൈരിഭ വായസവാനര സിംഹ തരു മൃഗ കാക മൃഗഗ്രദ്ധനായി വരും ആസുരാസ്ത്രാത്മകം മുൽഗര പട്ടസ ശക്തി പരശ്വത ഖഡ്ഗശൂല പ്രാസബാണായുധങ്ങളും രൂക്ഷമായി വന്നു പരന്നത് കണ്ടളവ് ആഗ്നേയമസ്ത്രമെയ്താൻ മനുവീരനും. ചെങ്കനൽ കൊല്ലികൾ മിന്നൽ നക്ഷത്രങ്ങൾ തിങ്കളും ആദിത്യൻ അഗ്നിയെന്നിത്തരം ജ്യോതിർമയങ്ങളായി ചെന്നു നിറഞ്ഞള വാസുരമസ്ത്രവും പോയി മറഞ്ഞു ബലാൽ. അപ്പോൾ മയൻ കൊടുത്തോരു ദിവ്യാസ്ത്രമെയ്തു അൽപേതരായുധം കാണായിതന്തിയെ. ഗാന്ധർവമസ്ത്രം പ്രയോഗിച്ചാൻ അതിനെയും ശാത്തമാക്കിയിടിനാൻ മാനവവീരനും. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ജീവനസ്മരണം ജയ ജയ രാമ രാമ. വളരെ സന്തോഷം ഉഷേട്ടത്തി, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ഉഷേട്ടത്തി നമ്മുടെ ഒരു ലൈഫ് മെമ്പർ കൂടിയാണ്. ഞാൻ അടുത്തതായി വേദിയിലേക്ക് മാധവേട്ടനെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, കുറച്ച് ഭാഗം പാരായണം ചെയ്യുവാനായി. മാധവേട്ടൻ കേൾക്കുന്നുണ്ടോ? മാധവേട്ടൻ ഞാൻ ഇന്നും ബസ്സിലാണ് കേട്ടോ. എങ്കിൽ അടുത്ത ഞാൻ ശ്രീമതി കവിത അശോക്, കവിത ചേച്ചി വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, കുറച്ച് ഭാഗം പാരായണം ചെയ്യാനായി. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സൗരാസ്ത്രമെയ്താൻ ദശാനനന്നേരം ധൈര്യേണ രാഘവൻ പ്രത്യസ്ത്രമെയ്തതും ഖണ്ഡിച്ച നേരമാഖണ്ഡല വൈര്യം ചണ്ഡകരാംശു സമങ്ങളാം ബാണങ്ങൾ 10 കൊണ്ടെയ്തു മർമ്മങ്ങൾ ഭേദിച്ചള ഉത്തമ പുരുഷനാകിയ രാഘവൻ 100 ശരങ്ങളെയ്താൻ അതുകൊണ്ടുടൽ കീറി മുറിഞ്ഞിതു നക്തഞ്ചരീന്ദ്രനും. ലക്ഷ്മണനേടു ശരങ്ങളാലുക്കോടു തൽക്ഷണേ കേതു കണ്ടിച്ചു വീട്ടിയിടിനാൻ. 5 ശരമെയ്തു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചിതു ചാപവും. അശ്വങ്ങളെ ഗത കൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നാനതു നേരം ദശാനനൻ.
പൂതരെ ചാടി വീണാശുവേൽ കൊണ്ടതിക്രോധാൽ വിഭീഷണനെ പ്രയോഗിച്ചിതു. ബാണൻ മൂന്നുകൊണ്ടേതു മുറിച്ചിതു. വീണിതു മൂന്നുറങ്ങി മഹീതലേ. അപ്പോൾ വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നം മയൻ കൊടുത്തൊരുവേൽ. കൈക്കൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൾപ്പുക്കു ബാണങ്ങളെയ്തിതു. നക്തഞ്ചരാധിപൻ തന്നുടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വലഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൻ. ലക്ഷ്മണൻ തന്നോടു നന്നു നീ എത്രയും രക്ഷിച്ചവാറു വിഭീഷണനെ തഥാ രക്ഷിക്കിൽ. നന്നു നിന്നെ പുനരെന്നുടെ ശക്തി വരുന്നത് കണ്ടാലും എന്നൊരു ശക്തനാകിൽ ഭവാൻ കണ്ടിക്ക വീരിതും എന്നു പറഞ്ഞു വേഗേന ചാട്ടിയിടിനാൻ. ചെന്നു തറച്ചിതു മാറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു. ത്രസ്തനായി തത്ര വീണു കുമാരനും. വേൽകൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽകൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി. ശക്തി പറിപ്പതിനാർക്കും കവികൾക്കും ശക്തി പോരാഞ്ഞൊരു കുലനായകൻ തൃക്കൈകൾ കൊണ്ടു പിടിച്ചു പറിച്ചുടൻ കോപമോടു മുറിച്ചെറിഞ്ഞിടിനാൻ. മിത്രതനയ സുഷേണ ജഗൽ പ്രാണപുത്രാദികളോടരുൾ ചെയ്തിതാതരാൽ ലക്ഷ്മണൻ തന്നുടെ ചുറ്റമിരുന്നിനി രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും. ദുഃഖ സമയമല്ലിപ്പോൾ ഉഴറ്റോടു രക്ഷോവരനെ വധിക്കുന്നതുണ്ടു ഞാൻ. കല്യാണം ഉൾക്കൊണ്ടു കണ്ടുകൊള്ളിൻ നിങ്ങൾ എല്ലാവരും ഇന്നു മൽക്കര കൗശലം. ശക്രാത്മജനെ വധിച്ചതും വേഗത്തിൽ അർക്കാത്മജാതികളോടും ഒരുമിച്ചു വാരുതിയിൽ ചിറകെട്ടി കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖനായതു. രാവണനും ബദരാഘവനും കൂടി മേവുക ഭൂമിയിലെന്നുള്ളതില്ലിനി. രാത്രി ജരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം മാർത്താണ്ഡ വംശത്തിനുള്ളവനാകിൽ ഞാൻ. സപ്തദീപങ്ങളും സപ്താംബുദികളും സപ്തചലങ്ങളും സൂര്യചന്ദ്രന്മാരും ആകാശഭൂമികൾ എന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർദ്ധിക്കും ഭരിച്ചു ഞാൻ. ആയോധനെ ദശകണ്ഠനെ കൊൽവാനൊരായുധപാണി എന്നാകിൽ നിസംശയം. ദേവാസുരോരാഗചാരണ താപസരേവരും കണ്ടറിയണം മമ ബലം. യുദ്ധമരുൾ ചെയ്തു നക്തൻ ജരേന്ദ്രനോട് അസ്ത്രങ്ങളെയ്തു യുദ്ധം തുടങ്ങിയിടിനാൻ. തത്സമം ബാണം നിശാചരാധീശനു ഉത്സാഹം ഉൾക്കൊണ്ടു തൂക്കി തുടങ്ങിനാൻ. രാഘവരാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാരി ചൊരിയുന്നതുപോലെ ബാണഗണം പൊഴിച്ചിടുന്നതു നേരം ഞാണൊലി കൊണ്ടു മുഴങ്ങി ജഗത്രയം. സോദരൻ വീണു കിടക്കുന്നതോർത്തുള്ളിൽ ആദ്യം മുഴുത്തൊരു കുലനായകൻ താതനോടേവമരുൾ ചെയ്തു ധീരതയില്ല യുദ്ധത്തിനേതും മമ. പൂതലേ വാഴ്കയിൽ നല്ലതെനിക്കിനി ഭ്രാതാവു തന്നോടുകൂടെ മരിപ്പതും വിൽപ്പിടിയും മുറുകുന്നതില്ലേതുമേ കൽപ്പുമില്ലാതെ ചമഞ്ഞു നമുക്കിഹ നിൽപ്പാനുമേതു വരുതു മനസ്സിനും വിഭ്രമേറി വരുന്നിതു മേൽക്കുമേൽ. ദുഷ്ടനെ കൊൾവാനുപായവും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മനസേ. ഏവമരുൾ ചെയ്ത നേരം സുഷേണനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടിനാൻ. ദേഹത്തിനേതും നിറം പകർന്നീലൊരു മോഹമത്രേ കുമാരനെന്നു നിർണയം. വക്രനേത്രങ്ങൾക്കുമേതും വികാരമില്ലത്തൽ തീർന്നിപ്പോൾ ഉണരൂം അവരജൻ എന്നുണർത്തിച്ചാനനിലാത്മജൻ തന്നോട് പിന്നെ നിരൂപിച്ചു ചൊന്നാൻ സുഷേണനും. മുന്ന കണക്കെ വിശല്യകരണിയാകുന്ന മരുന്നിന്നു കൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു വരുന്നതും സർവത്ര കൊണ്ടുവന്നിടിനാൻ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. രാമ ഹരേ കൃഷ്ണ. വളരെ സന്തോഷം കവിത ചേച്ചി, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ദേവകി ഏട്ടത്തിയെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു കുറച്ച് ഭാഗം പാരായണം ചെയ്യുന്നതിനായി. മ്യൂട്ട് മാറ്റിക്കോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എന്നളവേ ഹനുമാനും വിരവോടു ചെന്നു മരുന്നതും കൊണ്ടുവന്നിടിനാൻ. നസ്യവും ചെയ്തു സുഷേണൻ കുമാരനാൽ അസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ. പിന്നെയും ഔഷധാശൈലം കബീവരൻ മുന്നാമിരുന്ന വണ്ണം തന്നെയാക്കിനാൻ. മന്നവൻ തന്നെ വണങ്ങിനാൻ തമ്പിയും നന്നായി മുറുകെ പുണർന്നിതു രാമനും. നിന്നുടെ പാരവശ്യം കാൺക കാരണം എന്നുടെ ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടുരാ ചെയ്തു കുമാരനും. ഗണം സത്യം തപോധനന്മാരോടു ചെയ്തതും മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ത്രൈലോക്യ കണ്ടകാനാം ഇവാനെ കൊന്നു പാലിച്ചു കൊൾക ജഗത്രയം വൈകാതെ.
ലക്ഷ്മണൻ ചൊന്നതു കേട്ടു രഘൂത്തമൻ രക്ഷോവരാനോടെ തീർത്താൻ അതിദ്രുതം. തേരുമൊരുമിച്ചു വന്നു ദശാസ്യനും പോരിനു രാഘവനോട് എതിർത്തിയിടിനാൻ. പാരിൽ നിന്ന് ഇക്ഷ്വാകു വംശാതിലാകനും തേരിൽ നിന്ന് ആശരാവംശാതിലാകനും ഘോരതി ഘോരമായി ചെയ്തൊരു നേരത്തു പാരാമിളപ്പം രഘൂത്തമാനുണ്ടെന്നു നാരദാനാദികൾ ചൊന്നതു കേൾക്കയാൽ പാരം വളർന്നൊരു സംഭ്രമത്തോടുടൻ ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ മമാസ്യന്തനം കൊണ്ടക്കൊടുക്ക നീ വൈകാതെ. രാഘവന്നു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊടുക്കാമടിയാതെ. മാതലി താനതു കേട്ടുടൻ തേരുമായി ഭൂതലം തന്നിലിടിഞ്ഞു ചൊല്ലിയിടിനാൻ. രാവണനോടു സമാരത്തിനിന്നു ഞാൻ ദേവേന്ദ്രശാസനായ വിട കൊണ്ടിതു. തേരതിലാശൂകരേറുക പോരിനായി മാരുതാതുല്യ വേഗേന നടത്തുവൻ. എന്നതു കേട്ടു രഥത്തെയും വന്ദിച്ചു മന്നവൻ തേരിലമ്മാറൂകരേറിനാൻ. തന്നോടു തുല്യനായി രാഘവനെ കണ്ടു പിന്നിലമ്മാറൊന്നു നോക്കി ദശാനനൻ. പേമഴ പോലെ ശരങ്ങൾ തൂകിയിടിനാൻ രാമനും ഗാന്ധർവമസ്ത്രമെയ്തിയിടിനാൻ. രാക്ഷസാമസ്ത്രം പ്രയോഗിച്ചതു നേരം രാക്ഷസരാജനും രൂക്ഷമായത്രയും. ക്രൂരനാഗങ്ങളാമസ്ത്രത്തെ മാറ്റുവാൻ ഗാരുഡാമസ്ത്രമെയ്തു രഘുനാഥനും. മാതലീമേലും ദശാനനൻ ബാണങ്ങളെയ്തു കൊടിയും മുറിച്ചു കളഞ്ഞിതു. വാജികൾക്കും ഏറ്റമറ്റു പുനരാജിയും ഘോരമായി വന്നു രഘുവരൻ. കൈകാൽ തളർന്നു തേർത്തട്ടിൽ നിൽക്കും വിധൗ കൈകസി നന്ദനായ വിഭീഷണൻ. ശോകാതിരേകം കലർന്നു നിന്നിടിനാൻ ലോകരൂമേറ്റം വിഷാദം കലർന്നിതു. കാലാപുരത്തിനയപ്പേനി എന്നു ശൂലം പ്രയോഗിച്ചിതാശരാധീശനും. അസ്ത്രങ്ങൾ കൊണ്ടു തടാ പറഞ്ഞോർത്തുടൻ പുത്രാവിതന്നുടെ തേരിയിരുന്നൊരു ശക്തിയെടുത്തയച്ചു രഘുനാഥനും. 10 നുറുങ്ങി വീണു തത്ര ശൂലവും. നക്തഞ്ചരേന്ദ്രനുടെ തുരകങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ. സാരഥി തേരും തിരിച്ചടിച്ചാർത്തനായി പോരിയിലൊഴിച്ചു നിർത്തിയിടിനാനന്നേരം. ആലസ്യമൊട്ടകന്നൊരു നേരം തത്ര പൗലസ്ത്യനും സൂതനോടു ചൊല്ലിയിടിനാൻ. എന്തിനായിക്കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാൽ അന്ധമായി ഞാനത്ര ദുർബലനാകയോ. കൂടലോടെതിർത്താൽ ഞാനൊരുത്തനോ ഓടി ഒളിച്ചവാറെന്നു കണ്ടു ഭവാൻ. നീയല്ല സൂതനെനിക്കിനി രാമനു നീയതി ബാന്ധവാനെന്നറിഞ്ഞേനഹം. ഇത്തം നിശാചരാധീശൻ പറഞ്ഞതീനുത്തരം സാരഥി സത്വരം ചൊല്ലിനാൻ. രാമനെ സ്നേഹമുണ്ടായിട്ടുമല്ലമൽ സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ലമേ. രാമനോടേറ്റു പൊരുതു നിൽക്കുന്നേരം ആമയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ. സ്നേഹം ഭവാനെ കുറിച്ചേറ്റമാകയാൽ മോഹമകലുവോളം പോർക്കളം വിട്ടു. ദൂരെ നിന്ന് ആലസ്യമെല്ലാം കളഞ്ഞിനിപ്പോരിനടുക്കണമെന്നു കൽപ്പിച്ചത്രേ. സാരഥി താൻ അറിയണം മഹാരഥന്മാരുടെ സാധവും വാചികൾ സാധവും. വൈരികൾക്കുള്ള ജയാജയാകാലവും പോരിൽ നിന്നോന്നതാദേശാവിശേഷവും. എല്ലാം അറിഞ്ഞു രഥം നടത്തുന്നവനല്ലോ നിപുണനായുള്ള സൂതൻ പ്രഭോ. എന്നതു കേട്ടു തെളിഞ്ഞ രാവണനൊന്നു പുണർന്നൊരു കൈവളായും ഇന്നിനി തേരടുത്താശു കൂട്ടിയിടുക പിന്നോക്കമില്ലിനിയൊന്നു കൊണ്ടുമിടോ. ഇന്നോടു നാളെയോടൊന്നു തിരിഞ്ഞിടും മന്നവനോടുള്ള പോരെന്നറിയുക നീ. സൂതനും തേരധീവേഗേന പൂട്ടിനാൻ ക്രോധം മുഴുത്തങ്ങടുത്തിതു രാമനും. തങ്ങളിലേറ്റാമണഞ്ഞു പൊരുതളവങ്ങുമിങ്ങും നിറയുന്നു ശരങ്ങളാൽ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. വളരെ സന്തോഷം ദേവകേട്ടത്തി, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ജയശങ്കര, 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 വളരെ സന്തോഷം. ഞാൻ അടുത്തതായി വേദിയിലേക്ക് ശ്രീമതി രമാദേവി കേൾക്കുന്നുണ്ടെന്ന് കരുതട്ടെ. ശ്രീമതി രമാദേവി പാരായണത്തിന് തയ്യാറാണോ? ശ്രീമതി രമാദേവി, അതല്ലെങ്കിൽ ഞാൻ ഹൈദരാബാദിൽ നിന്നുള്ള സാറിനെ ആദരപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ഞാൻ പേര് പെട്ടെന്ന് വിട്ടുപോയി, ക്ഷമിക്കുക എന്നോട്. ഒന്ന് മ്യൂട്ട് മാറ്റിയിട്ട് വന്നോളൂ. അങ്ങയുടെ മ്യൂട്ട് മാറ്റിക്കോളും, ശബ്ദം കേൾക്കുന്നതിന് മ്യൂട്ടാണ്. ആ താഴെ മൈക്കിന്റെ ഇതുള്ള ആ ഭാഗത്തൊന്നും തൊട്ടാൽ മതി. വീഡിയോ ഓണാണ്.
മൊബൈലില് ഏറ്റവും താഴെ ലെഫ്റ്റ് സൈഡിലായിട്ട് ചെറിയൊരു മൈക്കിന്റെ ഇതുണ്ട്. കേൾക്കുന്നില്ല. അങ്ങെങ്കിലും ഓൺ ചെയ്ത് വെച്ചോളൂ. അതുവരേക്ക് ഞാൻ വേറെ ആളിനെ ക്ഷണിക്കാം. അടുത്തായി വേദിയിലേക്ക് ശ്രീമതി രമാ രാമകൃഷ്ണൻ, മുംബൈ ചാപ്റ്ററിൽ നിന്ന് ശ്രീമതി രമാ രാമകൃഷ്ണൻ പാരായണം ചെയ്യാൻ തയ്യാറാണോ? വന്നിട്ടില്ല. ഞാൻ ജയേട്ടന്റെ അമ്മയെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു കുറച്ചു ഭാഗം പാരായണം ചെയ്യാനായി. ആദിത്യ ഹൃദയ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കാം. അങ്ങനെയുള്ള പോർ കണ്ടു നിൽക്കുന്നേരം എങ്ങനെ എന്നറിഞ്ഞിലഗസ്ത്യൻ തഥാ രാഘവന്തേരിലേറിങ്ങി നിന്നിടിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിഭൻ വന്ദിച്ചു നിന്നൂര് ഗോകുലനാഥനാ ആനന്ദമയരുൾ ചെയ്താനഗസ്ത്യനും അഭ്യുദയം നിനക്കാശു വരുത്തുവാനിപ്പോഴിവിടേക്ക് വന്നതു ഞാനെടോ. താപത്രയവും വിഷാദവും തീർന്നുപോം, ആപത്തു മറ്റുള്ളവയുമകന്നുപോം, ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കുമായുസും സൽകീർത്തി വർദ്ധനം നിത്യമാദിത്യ ഹൃദയമന്ത്രമിതത്തുത്തമമെത്രയും ഭക്ത്യാ ജപിക്കടോ. ദേവാസുര ഉരകചാരണ കിന്നര താപസ ഗൂഹ്യ യക്ഷരക്ഷോഭൂത കിംപുരുഷപ്സര മാനുഷാദ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാകുന്നതാദിത്യനാകിയ ദേവനത്രേ 14 ലോകങ്ങളും രക്ഷിപ്പതും നിജലക്ഷ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശക്രനും വൈശ്വനരേനും കൃതന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലവും ധിക്കരി വൃന്ദവും വാരണവക്രനുമായനും മാനനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും അശ്വിനി പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാപിതൃക്കളും പിന്നെ മനുക്കളും ദാനവന്മാരുമുരക സമൂഹവും വാരമാസത്തു സംവത്സര കൽപ്പാധികാരകനായതു സൂര്യനിവൻ തന്നെ വേദാന്ത വേദ്യനം വേദാത്മകനിവൻ വേദാർത്ഥ വിഗ്രഹൻ വേദജ്ഞ സേവിതൻ പുഷാവിഭാകരൻ മിത്രൻ പ്രഭാകരൻ ദോഷകരൻ കലാത്മകൻ തുഷ്ടാദിനകരൻ ഭാസ്കരൻ നിത്യനഹസ്കരനീശ്വരൻ സാക്ഷി സമേത സമസ്തലോകേക്ഷണൻ ഭാസ്വാൻ വിവസ്വാൻ നഭസ്വാൻ ഗവസ്തിമാൻ ശാശ്വതൻ ശംഭൂ ശരണ്യൻ ശരണതൻ ലോക ശിശിരാശിഘോര തിമീരാരി ശോകാപഹാരി ലോകലോക വിഗ്രഹൻ ഭാനു ഹിരണ്യഗർഭൻ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാതനൻ സപ്താശ്വനർജുനൻ അശ്വൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കൻ അരുണൻ അനന്തകൻ ജ്യോതിർമയൻ ദവനൻ സവിതാരവി വിഷ്ണു വികർത്തനൻ മാർത്താണ്ഡനം ശുമാൻ ഉഷ്ണീകിരണൻ മഹീരൻ വിരോചനൻ പ്രദ്യോതനൻ ബലൻ ഖദ്യോതനൻ ഉദ്യോതനദ്വയൻ വിദ്യാ വിനോദനൻ വിഭാവസു വിശ്വസൃഷ്ടിസ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാ വിശ്വരൂപൻ വിഭൂ വിശ്വവിഭാവനൻ വിശ്വൈകനായകൻ വിശ്വാസഭക്തിയും യുക്തനാം ഗതിപ്രദൻ ചണ്ഡകിരണൻ തരണീദിനമണി പുണ്ടരീക പ്രബോധ പ്രധാനര്യമ ദ്വാദശാത്മാ പരമാത്മാ പരാപരനാദിതേൻ ജഗദാദിഭൂതൻ ശിവൻ
ഹേദവിനാശനൻ കേവലാത്മാ ബിന്ദുനാഥാത്മകൻ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപന ജ്ഞാന വിനാശനൻ ധ്യാനിച്ചു കൊള്ളുക നീ നിത്യം ദേവനെ സന്തതം ഭക്ത്യാ നമസ്കരിച്ചിടുക. സന്താപനാശനകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായ ദേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാംഗാതിരൂപായ ദേ നമ, സ്ഥാവരജംഗമാചാര്യായ ദേ നമ, ദേവായ വിശ്വൈക സാക്ഷിണേ ദേ നമ, സത്വപ്രധാനായ തത്വായ ദേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ, ഇത്തമാദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം. ചിത്തം തെളിഞ്ഞകസ്തോക്തി കേട്ടത്രയും ഭക്തി വർദ്ധിച്ചു കാകുൽസ്ഥരും ഗോപിനാൻ. പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാഥരോ പാന്തേ മരുവിനാൻ. സർവത്ര ഗോവിന്ദ ഹരേ നാമ കൃഷ്ണ ഹരേ കൃഷ്ണ ഗോവിന്ദ. ഹരി ഗോവിന്ദ. വളരെ സന്തോഷം അമ്മേ, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. അങ്ങയുടെ മ്യൂട്ട് മാറ്റാൻ സാധിക്കുമോ? ഇല്ല. അതാരാ? ഇല്ല. അത് നമ്മുടെ ഹൈദരാബാദിൽ നിന്നുള്ളതാണ്, ഡൽഹി ചാപ്റ്ററിലുള്ളതാണ്. ഞാനെങ്കിൽ ശ്രീമതി മാലതി ശിവകുമാറിനെ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, കുറച്ച് ഭാഗം പാരായണം ചെയ്യുന്നതിനായി. രാവണപഥം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായ പദയേ നമ. ശ്രീരാമ രാമ. രാഘവൻ മാതലിയോടരുളി ചെയ്തിതാകുലമെന്നിയെ തേർന്നടത്തിയിടു നീ മാതലി തേരതിവേഗേന കൂട്ടിനാനേതുമേ ചഞ്ചലമില്ല ദശാസ്യനും മൂടിപ്പൊടി കൊണ്ടു ദിക്കും ഉടനിട കൂടി ശരങ്ങളും എന്തൊരു വിസ്മയം. രാത്രീഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു രാത്രിയിലിട്ടു ദശരഥപുത്രനും യാതുദാനാധിപൻ ബാജികൾ തമ്മയും മാതലി തന്നെയും ഏറെ എയ്തിയിടിനാൻ. ശൂലം മുസലങ്കദാദികളും മേൽക്കുമേലെ പൊഴിച്ചിതു രാക്ഷസരാജനും സായകജാലം പൊഴിച്ചഭയം മുറിച്ചായോധനത്തിനടുത്തിതു രാമനും ബലം വെച്ചു ഏറ്റുമിടം വെച്ചുമുട്ട് പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യ കൗശല്യവും പോരാളികളുടെ യുദ്ധ കൗശല്യവും പണ്ടു കീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണമുണ്ടാകയുമില്ല ഈ വണ്ണം ഇനിമേലിൽ എന്നു ദേവാദികളും പുകഴ്ത്തിയിടിനാർ. നന്നെന്നു തെളിഞ്ഞിതു നാരദൻ പൗലസ്ത്യ രാഘവന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടിനാർ. വാദമടങ്ങി മറഞ്ഞിതു സൂര്യനും മേദിനിതാനും വിറച്ചിതു പാരമായി പാദോനിധിയും ഇളകി മറിഞ്ഞിതു പാതാളവാസികളും നടുങ്ങിയിടിനാർ. അമ്പുതിയോടെതിർത്തിയിടിലും അമ്പരത്തോടെതിർത്തിയിടിലും രാഘരാവണ യുദ്ധത്തിനു സമം രാഘവരാവണ യുദ്ധമൊഴിഞ്ഞില്ല. കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാൻ ദേവാദികളും അന്നേരത്തു രാഘവൻ രാത്രീഞ്ചരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതുനേരം അപ്പോഴേ കൂടെ മുളച്ചു കാണായിതവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോൾ അതും പിന്നെ രാഘവൻ ഖണ്ഡിച്ചു ഭൂമിയിലിട്ടാൻ അരക്ഷണാൽ യുദ്ധം മുറിച്ചു 101 രഘുകുലസത്തമൻ പിന്നെയും 10 തലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നെത്രയും ഇങ്ങനെ 100,000 തല പോകിലും എങ്ങും കുറവില്ല വൻതല 10നും രാത്രീഞ്ചരാധിപൻ തന്റെ തപോബലം ചിത്രം വിചിത്രമത്രേ തുലോം. കുംഭകർണൻ മകരാശൻഖരൻ ബാലി വമ്പനാം മാരീജനെന്നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിന് ഇന്നെന്തതിനിഷ്ഠൂരനാം ഇവനെ കൊല്ലുവാൻ മടിയുണ്ടായത്. ദശകണ്ഠനെ കൊല്ലുവാൻ കണ്ടീരുപായവുമേതുമൊന്നീശ്വരാ ചിന്തിച്ചു രാഘവൻ പിന്നെയും അദ്ദശകന്ധരമയിൽ ബാണങ്ങൾ തൂകിയിടിനാൻ. രാവണനും പൊഴിച്ചിടിനാൻ ബാണങ്ങൾ
ദേവദേവൻ തിരുമേനിമേലാവോളം കൊണ്ട ശരങ്ങളെ കണ്ടു രഘുവരനുണ്ടായതുള്ളിലൊരു നിനവന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കെൽപ്പു കുറഞ്ഞു ദശാസ്യനും നിർണയം 7 ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്ന് പൊരുന്നോരനന്തരം മാതലിതാനും തൊഴുതു ചൊല്ലിയിടിനാനേതും വിഷാദമുണ്ടായ കായിക മാനസേ മുന്നം അഗസ്ത്യതബോധനാദരാൽ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽ പ്രഭു പൈതാ മഹാശ്രമ അതായതെന്നിങ്ങനെ മാതലി ചൊന്നത് കേട്ടു രഘുവരൻ നന്നു പറഞ്ഞതു നീയതെന്നോടിനി കൊന്നീട് ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്രീരാമരാമ. സന്തോഷം ചേച്ചി, വളരെ മനോഹരമായി തന്നെ പാരായണം ചെയ്തു. ശ്രീരാമരാമ. ഞാൻ അടുത്തതായി വേദിയിലേക്ക് സരസ്വതി ഏട്ടത്തിയെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു, കുറച്ച് ഭാഗം പാരായണം ചെയ്യുന്നതിനായി. നമ്മുടെ ഗുരു വായിക്കുന്നോ അതോ ഞാൻ വായിക്കാനോ? ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോ സരസ്വതി അപ്പോൾ വായിച്ചോട്ടെ, അത് കഴിഞ്ഞ് ഞാൻ പാരായണം ചെയ്യാം. എന്താ കുറച്ച് ഭാഗം ചെയ്തു. അല്ല അന്ന് വായിച്ചോളൂ, അതിന്റെ ബാക്കി ഞാൻ വായിക്കാം. ഓ എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആയിക്കോട്ടെ. വായിച്ചോളൂ. വായിച്ചില്ലല്ലോ അധികം, വായിച്ചോളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നരുളി ചെയ്തു വൈരിഞ്ചമസ്ത്രത്തെ നന്നായെടുത്തു തൊടുത്തിതു രാഘവൻ. സൂര്യാനലന്മാരതിനു തരം തൂവൽ വായുവും മന്ദമേരുക്കൾ മധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസഭക്ത്യാ ജപിച്ചയച്ചിടിനാൻ. രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും ഭേദിച്ചു വാരുധിയിൽ പൂക്കു ചോര കഴുകി മുഴുകി വിരവോടു മാരുതവേഗന രാഘവൻ തന്നെ തുണിയിൽ വന്നിങ്ങു വീണു തെളിവോടു ബാണവും എന്തൊരു വിസ്മയമന്നേരം തേരിൽ നിന്നാശുമറിഞ്ഞു വീണിടിനാൻ. പാരിൽ മരാമരം വീണ പോലെ തഥാ കൽപ്പകവൃക്ഷ പുതുമലർ തൂകിനാർ ഉൽപ്പന്നമോദേന വാനവരേവരും ആർക്കകുലോദ്ധവൻ മൂർധനിമേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞിതു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ. അർക്കനും നേരെ യുദിച്ചാൻ അതു നേരം മന്ദമായി വീശിത്തുടങ്ങി പവനനും നന്നായി വിളങ്ങി ചതുർദശ ലോകവും താപസന്മാരും ജയ ജയ ശബ്ദേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ. ശേഷിച്ച രാക്ഷസരോട് യകംഭൂക്കുകേഴത്തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ. അർക്കജന്മാരുതി നീലം ഗദാദിയം മർക്കട വീരരുമാർത്തു പുകഴ്ത്തിനാർ. രാവണ ഗാത്രദഹനം. അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വ്യഗ്രിച്ചരികത്തു ചെന്നിരുന്നാകുലാൽ ദുഃഖം കലർന്ന വിലാപം തുടങ്ങിനാനൊക്കെ വിധിബലമല്ലോ വരുന്നതും. ഞാൻ ഇതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടിച്ചെന്നയും വെടിഞ്ഞിടിന വീര മഹാശയനോചിതനായ നീ പാരിലീ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ടു ദൈവത്തിനതാർക്കൊഴിക്കാവതും. ഏവം കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശൻ അരുൾ ചെയ്തിതാദരാൽ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച് മഹാശൂരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതുമേ നന്നല്ലതു പരലോകത്തിനു സഖേ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ. പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്കെന്നിയോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങീതി വന്നിനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ. ഇഥമരുൾ ചെയ്തു നിന്നരുളും നേരം തത്ര മണ്ഡോദരീ കേണു വന്നിടിനാൾ. ലങ്കാധിപന്മാരിൽ വീണു കരഞ്ഞു മാതങ്കം ഉൾക്കൊണ്ടു മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും. പിന്നെ മറ്റുള്ള നാരീ ജനങ്ങളും കേണു തുടങ്ങിനാർ. പങ്ക്തിരഥാത്മജനെപ്പോൾ അരുൾ ചെയ്തു
പങ്ക്തിമുഖാനുജൻ തന്നോട് സാദരം രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാവകനെ ജ്വലിപ്പിച്ചിനി സത്വരം. തത്ര വിഭീഷണൻ ചൊന്നാനിവനോളം ഇത്ര പാപം ചെയ്തവരില്ല ഭൂതലേ. യോഗ്യമല്ലേതും അടിയാനിവനുടൽ സംസ്കരിച്ചിടുവാനെന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോടെ രഘുത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മദ്ബാണമേറ്റുരണാന്തേ മരിച്ചൊരു കർബുരാധീശ്വരനറ്റിതു പാപങ്ങൾ വൈരവുമാ മരണാന്തമെന്നാകുന്നിതേറിയ സദ്ഗതിയുണ്ടാവതെന്നു നീ. ശേഷക്രിയകൾ വഴിയേ കഴിക്കൊരു ദോഷം നിനക്കതീനേതുമകപ്പെടാം. ചന്ദനഗന്ധാദി കൊണ്ടു ചിതയുമാനന്ദേന കൂട്ടി മുനീവരന്മാരുമായി വസ്ത്രാഭരണമാല്യങ്ങൾ കൊണ്ടും തഥാ നക്തഞ്ചരാധിപദേഹമലങ്കരിച്ചാർത്തു വാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ട് അഗ്നിഹോത്രികളെ സംസ്കരിക്കുന്ന വണ്ണമേ രാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പൊക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാർ. മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാൻ ചെന്നു നിജ നിജ മന്ദിരം ബുക്കിതു ജന്യാവലോകനം ചെയ്തു നിന്നോർകളും ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ജയശങ്കര. ജയശങ്കര. വളരെ സന്തോഷം ചേട്ടാ. ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങ് പാരായണം ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിച്ചുകൊണ്ട്. അത് കണ്ടില്ലെന്ന് ഒന്നും തോന്നുന്നു. കണ്ടില്ല. പക്ഷെ ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് രാവണനെ വധിക്കുന്നത് എനിക്ക് വായിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇപ്പൊ അങ്ങനെ സംഭവിച്ചു. സരസ്വതി ആയിക്കോട്ടെ ആയിക്കോട്ടെ. നന്നായി ജയശങ്കര. നന്നായി. എന്തായാലും ഞാൻ മെസ്സേജ് അയച്ചിരുന്നു അതിന് മുമ്പായിട്ട്. അത് കണ്ടില്ല. അത് കണ്ടില്ല. ഓടിപ്പടഞ്ഞു വന്ന് ലിഫ്റ്റിൽ നിന്ന് കയറി അകത്ത് വന്ന് വാതിലോ. ഞാൻ നോക്കിയപ്പോ അങ്ങ് ഡ്രൈവ് ചെയ്യായിരുന്നു. ഭഗവാൻ എന്നെ കൊണ്ട് തോന്നിപ്പിച്ചതാ. ഭഗവാൻ അതെ ഇപ്രാവശ്യം അതെ അധികം അതെ വായിക്കുന്നില്ല. അതുപോലെ എനിക്ക് തോന്നി എനിക്കിന്ന് ഇത് വായിക്കണം എന്നുണ്ടായിരുന്നു. ഏത്? ആദിത്യ ഹൃദയം. ആ അതാണ് വായിച്ചത്. ആദിത്യ ഹൃദയം ആ അത് അമ്മ തന്നെ വന്നു. ആദിത്യ ഹൃദയ ചൊല്ലിയേ. അത് അതാ വായിച്ചില്ലല്ലേ? വന്നത്. പാരായണം അത് ചെയ്തില്ല. വായിക്കണം എന്നായിരുന്നു. അതെ. ആ അമ്മ നടന്നില്ല. ആദിത്യ ഹൃദയ ചൊല്ലിയേ. അതാണ് കൃഷ്ണനാമധാരിയായ ഞാൻ തന്നെ രാവണനെ വധിക്കണം. രാമനാമധാരിയായ കൃഷ്ണൻ തന്നെ രാവണനെ അതെ അതെ വധിക്കണം അതെ എന്ന് അതെ. ഉണ്ടായിരുന്നു. അതെ ശങ്കര. എന്തായാലും വളരെ സന്തോഷം സന്തോഷം. ജയശങ്കര. വളരെ നല്ല രീതിയിൽ തന്നെ ജയശങ്കര. പാരായണം ചെയ്തു. നമുക്ക് ഇന്നത്തെ ജയശങ്കര. ഭാഗം ഇവിടെ വരെയാണ്. നാളെ വിഭീഷണ രാജ്യാഭിഷേകം. ഇന്ന് പാരായണം ചെയ്യാൻ അവസരം ലഭിക്കാത്തവർക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും. ആർക്കും സങ്കോചം വേണ്ട. കാരണം എല്ലാവരെയും നമുക്ക് ഒരു ദിവസം അങ്ങനെ വിളിക്കാൻ സാധിക്കില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇന്ന് പാരായണം ചെയ്യാത്തവർക്ക് നാളെ അവസരം ലഭിക്കുന്നതായിരിക്കും. ആരും നിരാശപ്പെടേണ്ടതില്ല. ജയശങ്കര. അപ്പം നമുക്ക് ഇന്നത്തെ പാരായണത്തിൻ്റെ ഭാഗം വ്യാഖ്യാനിക്കുവാനായി നമ്മുടെ പ്രിയപ്പെട്ട വിഷയത്തെ ഞാൻ വേദിയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ജയശങ്കര. നമസ്തേ ജയശങ്കര. ജയശങ്കര. ഉഷേട്ടത്തി പാരായണം ചെയ്യുന്ന മുമ്പായിട്ട് മറ്റേ മോട്ടോർ അദ്ദേഹത്തിന്റെ പേരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്താലും മതി. കാരണം ഇനി മറക്കില്ല. ഹൈദരാബാദിലുള്ള സാറിൻ്റെയാണ് ചോദിക്കുന്നത്. ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്താൽ മതി. എനിക്കറിയാം മറ്റേ മ്യൂട്ട് ചെയ്ത് മാറ്റാൻ സാധിക്കില്ലെന്നറിയാം. അപ്പോൾ അതുകൊണ്ട് ചാറ്റ് ഓപ്ഷൻ ഉണ്ട്. അതിനകത്തൊന്ന് ജസ്റ്റ് അങ്ങയുടെ പേരൊന്ന് രേഖപ്പെടുത്തിക്കോളൂ. നന്ദി. ഉഷേട്ടത്തി ആരംഭിക്കും. നമസ്തേ. ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത് പുത്രമിത്രാമാത്യ സഹോദരന്മാരെയും മൃത്യു വരുത്തി ഞാൻ ഏകനായി ജീവിച്ചിരിക്കുന്നത് ഭംഗിയല്ല. അത് തന്നെയുമല്ല, രാഘവനോട് എതിർത്ത് യുദ്ധം ചെയ്ത് വൈകുണ്ഠരാജ്യം അനുഭവിക്കാം എന്നുമാണ് രാവണൻ പറയുന്ന ഭാഗത്തോടെയാണ് ഇന്നലെ നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. അങ്ങനെയാണ് വിധിയെങ്കിൽ അങ്ങനെ വരട്ടെ എന്ന് പറഞ്ഞാണ് രാവണൻ യുദ്ധത്തിന് പുറപ്പെടുന്നത്. ചതുരംഗ സേനയോടും
സംഖ്യയില്ലാതെ ചതുരംഗ സേനയും 10 പടനായകന്മാരും ഒന്നിച്ച് ആണ് വലിയ ഒരു പടയോടെ വാരുതി പോലെ പട വരുന്നു എന്നാ പറഞ്ഞിരിക്കുന്നത്. അത്രയ്ക്കും വരുന്ന രാക്ഷസന്മാരോടുകൂടിയാണ് രാവണൻ യുദ്ധത്തിന് ഒരുമ്പെട്ട് ഇറങ്ങുന്നത്. അപ്പോഴോ ഈ വാനരന്മാർ ഇതൊക്കെ കണ്ട് ഭയക്കുകയാണ്. ഉടനെ രാമൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഞാൻ യുദ്ധം ചെയ്തോളാം, നിങ്ങളൊക്കെ അത് സമാധാനത്തോടെ ഇരുന്ന് കണ്ടാ മതി, ദേശം പേടിക്കേണ്ടതില്ല എന്ന് പറയുന്നു. അങ്ങനെ രാവണ യുദ്ധം നടക്കുകയാണ്. ആനയും തേരും കുതിരയും കാലാളും ഇവരെല്ലാം മരിച്ചു വീഴുകയാണ്. കാളിയും കൂളികളും കബന്ധങ്ങളും പിശാചങ്ങളും നായും നരിയും കാകങ്ങളും കഴുകരും ഇതെല്ലാം കൂടി ആ യുദ്ധഭൂമി ഒരു ഘോരമായ ഒരു അന്തരീക്ഷമാകുന്നു. അപ്പോഴോ രാക്ഷസ സ്ത്രീകൾ മുറവിളി കൂട്ടുന്നു. ഇതിനെല്ലാം കാരണം ആ ജാനകിയെ കൊതിച്ചത്, ആശുമൂലം മുടിച്ചത് ഇത് ആരാണ്? ഈ മഹാഭാവിയാണ്, ഈ രാവണനാണ്. അവന്റെ സഹോദരനായ വിഭീഷണൻ പറഞ്ഞതാണ് എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന്. ബ്രഹ്മസ്വമായതും ദേവസ്വമായതും എല്ലാം നിർമര്യാദയോടടക്കി ഭരിച്ചു, അർത്ഥം അന്യായേന നിത്യം ആർജിച്ച് ബ്രാഹ്മണരെ കൊല ചെയ്ത്. ഈ മഹാപാപത്തിന്റെ ഒക്കെ ഫലമാണ് ഇന്ന് നമ്മൾ എല്ലാവരും. ഒരുത്തൻ ചെയ്താൽ മതി, അതിന്റെ പാപഫലം എല്ലാവരും കൂടി ഇപ്പൊ അനുഭവിക്കുകയാണെന്ന് രാവണൻ കേൾക്കുകയാണ്. ഈ രാക്ഷസ സ്ത്രീകളെല്ലാം കൂടെ ശപിക്കുകയാണ് രാവണനെ. ഞങ്ങളൊക്കെ ഈ ദുരിതങ്ങൾ അനുഭവിക്കുന്നതിന്റെ കാരണം അവരുടെ ഭർത്താക്കന്മാരൊക്കെ യുദ്ധം ചെയ്ത് മരിച്ചു കഴിഞ്ഞു. ഞങ്ങളൊക്കെ വിധവകളായതിന് കാരണം ഈ ഒരു മഹാഭാവി ആ ജാനകിയെ കൊതിച്ചത് കൊണ്ടാണ്. ഈ കുലം തന്നെ, രാക്ഷസ കുലം തന്നെ ഇന്ന് നശിക്കാൻ കാരണം എന്ന് പറഞ്ഞ് ശപിക്കുന്നത് കേട്ടുകൊണ്ട് രാവണൻ യുദ്ധത്തിന് പുറപ്പെടാമെന്ന് പറയുമ്പോൾ വിരൂപാക്ഷനും മഹോദരനും മഹാപാർശ്വനും എല്ലാവരും യുദ്ധത്തിന് സന്നദ്ധരായി ഉത്തര ഗോപുരത്തിലൂടെ പുറപ്പെട്ട് യുദ്ധം തുടങ്ങുകയാണ്. അങ്ങനെ സുഗ്രീവൻ വിരൂപാക്ഷനുമായി ഘോരയുദ്ധം നടത്തുന്നു. ആ സുഗ്രീവൻ തന്നെ വിരൂപാക്ഷനെയും പിന്നെ ആ മഹോദരനെയും വധിക്കുന്നു. അങ്കദൻ മഹാപാർശ്വനെ വധിക്കുന്നു. യുദ്ധം കൊടുമ്പിരിക്കൊള്ളുകയാണ്. നമ്മളിത് വായിക്കുമ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ട്. രാവണൻ താമസാസ്ത്രം എയ്യുമ്പോൾ രാമൻ എന്താണ് ചെയ്യുന്നത്? അതിനെ ഖണ്ഡിക്കാനായിട്ട് ഐന്ദ്രാസ്ത്രത്തെ ഉപയോഗിക്കുന്നു. രാവണൻ ആസുരമായ അസ്ത്രത്തെ പ്രയോഗിക്കുമ്പോൾ ആഗ്നേയാസ്ത്രത്തെ പ്രയോഗിച്ച് രാമൻ അതിനെ പ്രതിരോധിക്കുന്നു. അതുപോലെ മയൻ കൊടുത്ത ദിവ്യാസ്ത്രത്തെയാണ് പിന്നെ രാവണൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗാന്ധർവാസ്ത്രത്തെ പ്രയോഗിച്ച് അതിനെയും ഭഗവാൻ പ്രതിരോധിക്കുന്നു. അത് കഴിഞ്ഞ് രാവണൻ സൗര്യാസ്ത്രത്തെ പ്രയോഗിക്കുമ്പോൾ പ്രത്യസ്ത്രമെയ്ത് അതും ശ്രീരാമൻ ചേർത്ത് നിൽക്കുന്നു. അങ്ങനെ രാവണ രഥത്തിലെ അശ്വങ്ങളെ ഗദ കൊണ്ടടിക്കുകയാണ് വിഭീഷണൻ. ആ സമയത്ത് വിഭീഷണൻ വന്നിട്ട് രാവണന്റെ ആ തേര് പൂട്ടിയിരിക്കുന്ന ഗജങ്ങളെയൊക്കെ അടിക്കുകയാണ്. ആ അശ്വങ്ങളെയൊക്കെ അടിച്ചപ്പം ഇത് കണ്ട് രാവണന് അങ്ങ് ദേഷ്യം വരികയാണ് വിഭീഷണനോട്, അനിയനോട്. അവനെ ഞാൻ കൊല്ലാം എന്ന് വിചാരിച്ച് തിരിയുമ്പോ വിഭീഷണനെ ഇന്ന് കൊന്നിട്ടേ ഉള്ള കാര്യം എന്ന് പറഞ്ഞ് തിരിയുമ്പോ എന്താണ് ലക്ഷ്മണൻ അങ്ങോട്ട് വിഭീഷണന് മുമ്പിലേക്ക് കയറി രാവണനോട് യുദ്ധം ചെയ്യാൻ പോകുന്നു. പലതരത്തിലുള്ള ആയുധപ്രയോഗങ്ങൾ ലക്ഷ്മണനും രാവണനും കൂടെ നടത്തുന്നുണ്ട്. പിന്നീട് രാവണൻ കൊടുത്ത ഒരു അസ്ത്രം പ്രയോഗിച്ചത് കൊണ്ട് ലക്ഷ്മണൻ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് ചെയ്യുന്നത്. അത് എല്ലാരും ദുഃഖിതരാകുന്നു. അപ്പൊ രാമൻ പറയുന്നു, കവിവീരന്മാരെ നിങ്ങളെല്ലാവരും ലക്ഷ്മണന്റെ നെഞ്ചിൽ തറച്ചതായ ആ രാവണന്റെ ബാണത്തെ വരിച്ച് കളഞ്ഞതിന് ശേഷം രാമൻ പറയുന്നു, നിങ്ങളെല്ലാവരും ഇവന് കാവലായി ഇവിടെ നിൽക്കുക, ഞാൻ അവനെ തീർത്തിട്ട് വരാം എന്ന് പറഞ്ഞു പോകുന്നു. പക്ഷെ കുറച്ചു നേരം ഈ രാവണനോട് നിരന്തരം യുദ്ധം ചെയ്തു കഴിയുമ്പോൾ ശരിക്കും രാമനൊരു ശാരീരികമായ ക്ഷീണത്തെക്കാൾ കൂടുതലായിട്ട്, അത് നമുക്കും അങ്ങനെയാണല്ലോ, ശാരീരിക ക്ഷീണത്തെക്കാട്ടി നമ്മുടെ ശരീരത്തെ തളർത്തുന്നത് മാനസിക ദുഃഖങ്ങളാണ്. ഇവിടെ മാനസിക ദുഃഖം ബാധിച്ചു. എൻ്റെ അനുജൻ ലക്ഷ്മണൻ എന്തു പറ്റി എന്നുള്ള ആകുലത കാരണം ശ്രീരാമൻ ആകപ്പാടെ മാനസികമായി തളർന്നു. അതുകൊണ്ട് ശാരീരികമായിട്ടും യുദ്ധം ചെയ്യാൻ ഭയങ്കരമായ ഒരു പ്രയാസമുണ്ടായി. അപ്പം സുഷേണൻ പറയുകയാണ്, മാരുതിയെ വിളിച്ചിട്ട് പറയുന്നു, എത്രയും പെട്ടെന്ന് ആ വിശല്യകരണിയെ പണ്ട് കൊണ്ടുവന്നതാണല്ലോ, ആ വിശല്യകരണിയെ വീണ്ടും കൊണ്ടുവരിക എന്ന് പറയുന്നു. അങ്ങനെ വിശല്യകരണിയെ കൊണ്ടുവരുന്നു. ആ നസ്യം ചെയ്തിട്ട് മാരുതി പോയി വിശല്യകരണിയെ കൊണ്ടുവരുന്നു. നസ്യം ചെയ്ത് ഈ ലക്ഷ്മണന്റെ മോഹാലസ്യമെല്ലാം മാറ്റുന്നു. അപ്പൊ എല്ലാവർക്കും സന്തോഷമാകുന്നു.
പിന്നെയും യുദ്ധം തുടരുകയാണ്. യുദ്ധം തുടരുന്നെങ്കിലും ശ്രീരാമചന്ദ്രപ്രഭുവിനൊരു വിജയം കാണുന്നില്ല എന്ന് കണ്ടിട്ട് ദേവേന്ദ്രൻ എന്ത് ചെയ്തു? തന്റെ സാരഥിയെ വിളിച്ചിട്ട്, മാതലി എന്ന് പറയുന്ന സാരഥിയെ വിളിച്ചിട്ട് പറയുന്നു, എത്രയും പെട്ടെന്ന് നമ്മുടെ തേരുമായി നീ തന്നെ ശ്രീരാമ സവിധത്തിലേക്ക് ചെല്ലുക. കാരണം ഇപ്പം യുദ്ധം നടക്കുന്നത് താറയിൽ നിന്നുകൊണ്ട് ശ്രീരാമനും തേരിൽ ഇരുന്നു കൊണ്ട് രാവണനും, അങ്ങനെയാണ് ഒരു യുദ്ധം നടക്കുന്നത്. തുല്യരായിട്ടല്ല യുദ്ധം ചെയ്യുന്നത്. അതുകൊണ്ട് നീ എത്രയും വേഗം ശ്രീരാമ സഹായാർത്ഥമായിട്ട് എത്രയും വേഗം പോയി രാമനെ സഹായിക്കുക എന്ന് പറയുന്നു. അങ്ങനെ ആ ദേവേന്ദ്രൻ കൊടുത്തതായ തേരുമായിട്ട് മാതിരി ദേവലോകത്തു നിന്നും ശ്രീരാമ സവിധത്തിലെത്തി. എന്നെ ദേവേന്ദ്രൻ ഇങ്ങനെ പറഞ്ഞയച്ചതാണ് അങ്ങയ്ക്ക് വേണ്ടി എന്ന് പറയുന്നു. അങ്ങനെ ഭഗവാൻ ആ ദേവേന്ദ്രൻ അയച്ചതായ തേരിൽ കയറി മാതലി തേരിനെ നയിച്ച് യുദ്ധം വീണ്ടും തുടരുന്നു. അപ്പോ നാഗാസ്ത്രത്തെ ആണ് രാവണൻ പ്രയോഗിക്കുന്നത്. നേരത്തെ ഇവിടെ സരസ്വതി ചേച്ചി നാഗാസ്ത്രവും ഗരുഡാസ്ത്രത്തെ കുറിച്ച് പറഞ്ഞു. ഇവിടാണ് ആ ഭാഗം. പിന്നെ രാവണൻ നാഗാസ്ത്രം പ്രയോഗിക്കുകയാണ് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ നേർക്ക്. അപ്പം ഭഗവാൻ പ്രയോഗിക്കുന്നത് ഗരുഡാസ്ത്രമാണ്. ആ ഗരുഡാസ്ത്രം ഏത് രാഘവൻ ആ അസ്ത്രത്തെ നിർവീര്യമാക്കുന്നു. ഈ സമയത്ത് ഈ യുദ്ധത്തിനോട് ഇടയ്ക്ക് രാവണന് ഭയങ്കരമായ ക്ഷീണം, ഇപ്പൊ നേരത്തെ ശ്രീരാമൻ ഉണ്ടായതുപോലെ ഒരു ക്ഷീണം രാവണൻ ഉണ്ടാകുന്നുണ്ട്. ഈ രാവണന് വല്ലാതെ ഒരു ക്ഷീണം വരുന്നത് കണ്ടിട്ട് ആ തേരാളി സാരഥി പെട്ടെന്ന് തേരിനെ ദൂരെ ഒരു ഭാഗത്തേക്ക് ഈ യുദ്ധമുഖത്തു നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് ഓടിച്ചു കൊണ്ടുപോവാണ്. അങ്ങനെ കൊണ്ടുപോകുമ്പോ രാവണൻ വിചാരിക്കും ഇവനും ശ്രീരാമന്റെ ചാരനോ വല്ലതും ആണോ, ഇവൻ എന്നെ നാണക്കേടല്ലയോ യുദ്ധമുഖത്തു നിന്ന് ഒരു പോരാളി ഓടി രക്ഷപ്പെടുക എന്ന് പറഞ്ഞ് അതൊരു നാണക്കേടുമാ, യുദ്ധം നടക്കുന്നുമില്ല എന്ന് പറയും. നീയും ആ രാമന്റെ ദൂതനാണോ, എന്നെ നാണം കെടുത്താൻ വേണ്ടിയാണോ നീ ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് രാവണൻ ആ തേരാളിയോട്. അപ്പൊ സാരഥി പറയുന്നു, അല്ല, ഒരു സാരഥിയുടെ ധർമ്മമുണ്ട്. ഓരോരുത്തർക്കും നമ്മൾ സനാതന ധർമ്മശാസ്ത്രത്തിൽ ധർമ്മമുണ്ടല്ലോ, അതുപോലെ സാരഥിയുടെ ധർമ്മമാണ് അശ്വങ്ങൾക്കോ തേരിനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്ന ആളിനോ എന്തെങ്കിലും തളർച്ചയോ ക്ഷീണമോ ഉണ്ടെന്ന് കണ്ടാല് പോർമുഖത്തു നിന്ന് മാറി അവർക്ക് വേണ്ട പരിചരണം കൊടുത്തതിന് ശേഷം, തേര് പൊടിഞ്ഞു പോയതാണെങ്കിൽ വേറെ തേരുമായിട്ട് പോവുക, അശ്വങ്ങൾക്ക് കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ വേറെ അശ്വങ്ങളെ കെട്ടുക. അതുപോലെ ആ യുദ്ധം ചെയ്യുന്ന ആളിന് എന്തെങ്കിലും ക്ഷീണമുണ്ടെങ്കിൽ അയാൾക്ക് വിശ്രമം കൊടുത്ത് കുടിക്കാനും കഴിക്കാനുമുള്ളത് കൊടുത്തതിന് ശേഷം യുദ്ധം ചെയ്യും. ഇതൊരു സാരഥിയുടെ ധർമ്മബോധത്തിലുള്ളതാണ്. ആ ധർമ്മമാണ് ഞാൻ ചെയ്തത്. ഞാന് രാമന്റെ ദാസനുമല്ല, അങ്ങയോട് എതിരുള്ളവനുമല്ല എന്ന് പറയുന്നു. അങ്ങനെ അപ്പൊ സന്തോഷമായി, രാവണന് സന്തോഷമായി. അങ്ങനെ രാവണൻ വീണ്ടും യുദ്ധമുഖത്ത് തിരിച്ചു വരുന്നു. ഈ സമയം കൊണ്ട് ഈ അഗസ്ത്യ മഹർഷി അവിടെ വരികയാണ്. നമ്മൾ അഗസ്ത്യ മഹർഷി നേരത്തെ കണ്ടതാണ്. അഗസ്ത്യ മഹർഷി ഇവിടെ വരുന്നു. അഗസ്ത്യ മഹർഷിയെ കണ്ടതും ശ്രീരാമൻ ആ തേരിൽ നിന്നിറങ്ങി പാദ നമസ്കാരം ചെയ്യുകയാണ്. താപത്രയവും വിഷാദവും തീർന്നു പോവും, ആപത്തു മറ്റുള്ളവയും അകന്നു പോവും, ശത്രുനാശം വരും, രോഗവിനാശനം വർദ്ധിക്കും, ആയുസ് സൽകീർത്തി വർദ്ധനം. ഇതെല്ലാം ചെയ്യുന്നതായ നിത്യവും ആദിത്യനെ നമസ്കരിക്കാനാണ് പറയുന്നത്. അങ്ങനെ ആദിത്യ ഹൃദയ മന്ത്രത്തെ അഗസ്ത്യൻ ഭഗവാന് ഉപദേശിച്ചു കൊടുക്കുന്നു. നമ്മൾ കണ്ടതാണ്. സന്തതം ഭക്തിയാ നമസ്കരിച്ചിടുക. സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണേ ചിദാനന്ദായതേ നമ, നീഹാരനാശകരായ നമോ നമ, മോഹവിനാശകരായ നമോ നമ, ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാങ്കാന്തിരൂപായതേ നമ, സ്ഥാവരജംഗമാചാര്യായതേ നമ, ദേവായ വിശ്വയ്യ സാക്ഷിണേരേ നമ, സത്യസ്വരൂപായ തത്വായതേ നമ, സത്യസ്വരൂപായ നിത്യം നമോ നമ. സർവസാക്ഷിയായ സർവജഗത്തിനും ജീവനെ പ്രദാനം ചെയ്യുന്നതായ ആ സാക്ഷിഭൂതമായ സകല ജഗത്തിനും ആധാരമായ ആ ആദിത്യനെ തന്നെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നു. അങ്ങനെ അഗസ്ത്യ മഹർഷി തിരിച്ചുപോയി കഴിയുമ്പോൾ ആദിത്യ ഹൃദയ മന്ത്രത്തെ, ആ മൂലമന്ത്രത്തെ ജപിച്ചുകൊണ്ട് നേടിയതായ ശക്തി കൊണ്ട് വീണ്ടും യുദ്ധം തുടരുകയാണ്. അങ്ങനെ രാഘരാവണ യുദ്ധ സമാനം വേറൊന്നുമില്ല, രാഘരാവണ യുദ്ധം തന്നെ. അവസാനം രാഘവൻ രാവണന്റെ ഓരോ തലകളായിട്ട് അറുത്തിടുകയാണ്. ഒരു തല അറുത്തെടുത്തു,
രണ്ടാമത്തെ തല അറക്കുമ്പോഴത്തേക്ക് ആദ്യത്തെ തല വന്നു കഴിഞ്ഞു. ഈ 10 തലയും അറുത്തിട്ടാലും വീണ്ടും 10 തലകൾ വരും. അങ്ങനെ 10, 100, 1000 തല പോയിട്ടും വീണ്ടും ആ തലകളെല്ലാം ഉണ്ടായി വരികയാണ്. അങ്ങനെ ഈ രാവണനെ വധിക്കാനേ കഴിയുന്നില്ല. അപ്പോഴാണ് ഈ യുദ്ധം 7 ദിവസം നീണ്ടു നിൽക്കുക. 7 ദിവസം തുടർച്ചയായ യുദ്ധമാണ് രാവണ യുദ്ധം. അങ്ങനെ തുടർച്ചയോട് നടന്നപ്പോഴ് ദേവേന്ദ്രൻ അയച്ചതായ തേരിലെ മാതിലി ഭഗവാനോട് ചോദിക്കുന്നു, പൈതാഹ മഹാസ്ത്രം അങ്ങയുടെ വശമുണ്ടല്ലോ, ആ അസ്ത്രം അങ്ങേക്ക് പ്രയോഗിച്ചാലോ എന്ന് ആ അസ്ത്രത്താൽ രാവണനെ വധിച്ചാലോ എന്ന് ചോദിക്കുന്നു. ഇതാണ് ഒരു സാരഥിയുടെ, ഒരു ഉപദേശകന്റെ, ഒരു മാർഗദർശിയുടെ ഒക്കെ ലക്ഷണം. അങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇതൊന്നും അറിയാൻ വയ്യാത്ത ആളല്ല ശ്രീരാമചന്ദ്ര പ്രഭു. എങ്കിലും ഇവിടെ ഒന്ന് ഓർമ്മിപ്പിച്ചപ്പോ അതെടുത്ത് ഭഗവാൻ പ്രയോഗിക്കുന്നു. വൈരിഞ്ചാശ്രമത്തെ എടുത്ത് രാവണന്റെ ഹൃദയത്തിലേക്കാണ് അമ്പെയ്യുന്നത്. ഹൃദയം പിളർന്നാണ് രാവണൻ അവിടെ വീണ് മരിക്കുന്നത്. അതായത് ഈ രാവണൻ എന്ന് പറയുമ്പം നമ്മള് ദശരഥനെ ആദ്യം കണ്ടു. 10 ഇന്ദ്രിയങ്ങളെയും വശപ്പെടുത്തിയ മനുഷ്യൻ ദശരഥൻ. ഇവിടെ 10 തലയുള്ള ആളാണ്. എന്താണ്? ദശാനനൻ. അതായത് 10 തല എന്ന് പറയുമ്പോ 10 ഇന്ദ്രിയങ്ങളെയൊക്കെ മുറിച്ച് മാറ്റിയാലും, അതായത് ഈ നമ്മുടെ ആഗ്രഹങ്ങൾക്ക്, അഷ്ടരാഗങ്ങൾക്ക് ഒന്നും ഒരിക്കലും അവസാനമില്ല. അത് ചെയ്യുന്തോറും കൂടിയേ വരത്തുള്ളൂ എന്നുള്ളതാ. ഒരു കാര്യം ആഗ്രഹിച്ചാൽ ആ ആഗ്രഹം സാധിച്ചാൽ അടുത്തത് വരും. ദേഷ്യം വന്നാൽ ആദ്യം ഒരു ചെറിയ ദേഷ്യത്തോടെ തുടങ്ങി പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അതായത് കാമക്രോധ ലോഭ മോഹാദികളാകുന്ന അഷ്ടരാഗങ്ങളെ എത്രയൊക്കെ ഉന്മൂലനം ചെയ്താലും അതിനെ നശിപ്പിക്കാൻ പറ്റുകയില്ല. ഇവിടെ അതിനെ ഒക്കെ ഭഗവാൻ നശിപ്പിക്കുന്നുണ്ടെങ്കിലും അതൊന്നും ഫലവത്താകുന്നില്ല. അവസാനം ഈ ജ്ഞാനമാകുന്ന അസ്ത്രം പ്രയോഗിച്ച് ഹൃദയത്തിലേക്കാണ് ഒക്കെ നമ്മുടെ ചെല്ലേണ്ടത്, ബുദ്ധിയിലേക്കല്ല, ഹൃദയത്തിലേക്ക്. നമ്മൾ രാമായണം പാരായണം ചെയ്യുമ്പോഴും അതാണ്. നമുക്കൊരു പക്ഷേ അക്ഷരത്തെറ്റുകൾ വരാം, വായിക്കുമ്പോൾ മനസ്സിലാവുന്നില്ലായിരിക്കും, കഥ അറിയുന്നില്ലായിരിക്കും. പക്ഷേ ഭഗവാനിൽ ഭക്തിയുണ്ടോ? ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കുമ്പോൾ ആ സർവസാക്ഷിയായ ആ ആദിത്യദേവനെ ഒരു മനസ്സിൽ ഭക്തിയോടെ ശ്രദ്ധയോടെ ഓർത്തുകൊണ്ട് സ്മരിച്ചുകൊണ്ട് ജപിക്കുമ്പോൾ അതിന് ഫലമുണ്ടാകും. ഇവിടെ ആ ഹൃദയത്തിലേക്കാണ് അമ്പെയ്തത്. അങ്ങനെ ഹൃദയം പിളർന്ന് രാവണൻ താഴെ വീഴുന്നു. വീണ് കഴിയുമ്പോഴാണ് തേരിൽ നിന്ന് വീഴുന്ന തന്റെ ജ്യേഷ്ഠനെ കാണുമ്പോൾ വിഭീഷണന് അതിയായ ദുഃഖമാണ്. വളരെ ഭയങ്കര ദുഃഖത്തോടുകൂടി വിഭീഷണൻ ഓടിച്ചെന്ന് ജ്യേഷ്ഠന്റെ അടുത്തിരുന്ന്, ഞാൻ ജ്യേഷ്ഠനോട് ഇതൊക്കെ പറഞ്ഞതല്ലായിരുന്നു, അങ്ങനെ പഴയ കഥകളൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന കാണുമ്പോൾ ഭഗവാൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, നിന്റെ ജ്യേഷ്ഠന് ഒരു കുഴപ്പവും വന്നിട്ടില്ല. കാരണം ഭഗവാന്റെ അസ്ത്രമേറ്റാണ് മരിച്ചത്. പോരായെങ്കിലോ പോർക്കളത്തിൽ നിന്ന് അടരാടി വീരസ്വർഗം പ്രാപിക്കുകയാണ് രാജധർമ്മം. ഇത് കാരണം ശരിക്കും രാവണൻ വീരസ്വർഗത്തെയാണ് പ്രാപിച്ചിരിക്കുന്നത്, അതിൽ വിഷമിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അത് കഴിയുമ്പോൾ മാതലി തേരോടുകൂടി ഭഗവാന്റെ അനുഗ്രഹം വാങ്ങിച്ച് ഭക്തിയോടെ നമസ്കരിച്ച് തേരുമായിട്ട് ദേവേന്ദ്രന്റെ ഇന്ദ്രലോകത്തേക്ക് തിരിച്ചു പോകുന്നു. ഇത്രയും ഭാഗമില്ലായിരുന്നോ വായിച്ചത്? അതെ അതെ. വിഭീഷണനെ ലങ്കാധിപതിയാക്കാൻ തീരുമാനിച്ചത് വായിച്ചായിരുന്നു? ഇല്ല ഇല്ല ഇല്ല. അതെ. അപ്പൊ ആ ഭാഗത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ പാരായണം ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ. നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. പ്രശ്നോത്തരിക്ക് എല്ലാവരും തയ്യാറാണല്ലോ അല്ലേ? എല്ലാവരും വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവരുടെയും മുഖം കാണാൻ സാധിക്കും. എല്ലാവരും തയ്യാറാണെന്ന് അറിയാം. അഭിലാഷിയെ ഇന്ന് കാണുന്നില്ലല്ലോ. നമ്മുടെ മെയിൻ സ്റ്റാർ അഭിലാഷി ഉണ്ടോ? ഉണ്ട്. ലീല, സരസ്വതി ചേച്ചി, എല്ലാവരും പഴയ പോലെ അല്ല കേട്ടോ, എല്ലാരും ആക്റ്റീവ് മെമ്പേഴ്സിന്റെ പോലാണ് ഇപ്പൊ അഭിലാഷിന്റെ അവസ്ഥ.
പഴയ പോലെ അത്ര ഈസി അല്ല ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് അഭിലാഷിന് വന്നിരിക്കുന്നു. അതെ 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 അതെ. അമ്പിന്റെ അവസ്ഥയാന്നാ പറയുന്നത്. ആദ്യത്തെ 2 വർഷം അഭിലാഷ് ആയിരുന്നു എപ്പോഴും ഫസ്റ്റ് റാങ്കില്, ടോപ്പായിട്ടല്ലേ? ടോപ്പ് റാങ്കർ ആയിരുന്നു. ഇപ്പൊ നീല ചേച്ചിയും അതേപോലെ തന്നെ ശോഭ ചേച്ചിയും കവിത ചേച്ചിയും ഒക്കെ അവർക്ക് ചലഞ്ച് ആയിരിക്കാണ് അല്ലേ അഭിലാഷ്? അമ്മയും വിട്ടുകൊടുക്കുന്നില്ല ഞാൻ ഈയിടെ ആയിട്ട് രാവണന്റെ കറക്റ്റ് ആൻസർ മാത്രമേ പറയത്തുള്ളൂ. അമ്മയല്ലേ? എന്തെങ്കിലും സംശയം ഉള്ളത് പറയുന്നില്ല, പറയുന്ന ആൻസർ വളരെ ആപ്റ്റ് ആയിരിക്കും. അതെ അതെ അതെ. നമുക്ക് പ്രശ്നോത്തരിയിലേക്ക് കടക്കാം. അങ്ങനെ രാക്ഷസ സ്ത്രീകളുടെ ശാപമൊക്കെ കേട്ടിട്ട് യുദ്ധത്തിനിറങ്ങിയാണ് രാവണൻ. കൂടെ 3 പേര് മഹാസേനാധിപന്മാരുണ്ട്. ആരൊക്കെയായിരുന്നു? വിരൂപാക്ഷന്, മഹോദരൻ, ആ, ഘോരമായ ഒരു യുദ്ധമാണ് അവിടെ നടക്കുന്നത്. ആ ഘോര യുദ്ധത്തിൽ മഹാപാർശ്വനും വിരൂപാക്ഷനെയും മഹോദരനെയും ആരാണ് വധിച്ചത്? സുഗ്രീവൻ. സുഗ്രീവന്. ശരിയായ ഉത്തരം. മഹാപാർശ്വനെ വധിച്ചത് ആരാണ്? അംഗദൻ. വളരെ അംഗദൻ. ശരിയാണ്, വളരെ ശരിയാണ്. രാവണന്റെ ബാണമേറ്റ് ലക്ഷ്മണൻ ബോധരഹിതനായപ്പോൾ കവികളോട്, വാനരശ്രേഷ്ഠരോട് ശ്രീരാമൻ ആവശ്യപ്പെടുന്നത് എന്താണ്? നിങ്ങൾ അവരെ ലക്ഷ്മണനെ കൊണ്ടുപോയി പിന്നെ ബാണം എടുത്തിട്ട് നിങ്ങള് പിന്നെ വിശ്രമിക്കുക, ഞാൻ അവരെ ലക്ഷ്മണനെ സംരക്ഷിച്ചോളാം, ശുശ്രൂഷിച്ചോണ്ട് നിൽക്കുക. വിശല്യകരണിയെ കൊണ്ടുവരാന് ആരോടാണ് പറയുന്നത്? സുഷേണനാണ് പറയുന്നത്. പോരിൽ രാമൻ താഴെ നിന്നാണ് യുദ്ധം ചെയ്തതെന്ന് കണ്ട് രാമന് ക്ഷീണമുണ്ടോ എന്ന് സംശയം തോന്നിയപ്പോ തേരാളിയുമായിട്ട് രാവണൻ നാഗാസ്ത്രം ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ നേർക്ക് അയക്കുമ്പോ അതിനെ പ്രതിരോധിക്കുന്നത് ഏത് അസ്ത്രം ഉപയോഗിച്ചു? ഈ ചോദ്യമായിരുന്നു അന്ന് സരസ്വതി ചേച്ചി ചോദിച്ചത്. ഈ സമയത്തെ ആ ചോദ്യം വരുന്നുള്ളൂ. ക്ഷീണിതനായ രാവണൻ ക്ഷീണിതനായി എന്ന് കാണുന്ന തേരാളി തേര് ദൂരെ കൊണ്ടിച്ചുകൊണ്ട് അങ്ങ് പോകുന്നു. അപ്പോഴേ അങ്ങനെ പോകുമ്പോ രാവണൻ അയാളോട് ചോദിക്കുന്നത് എന്താണ്? നീ രാമന്റെ ദൂതനാണോ? അതെ, സാരഥിക്കൊരു ധർമ്മമുണ്ട്. സാരഥിയുടെ സാരഥിയുടെ മറുപടി എന്തായിരുന്നു? സാരഥി, ഞാൻ ധർമ്മമാണ് ഞാൻ ചെയ്തത്. ക്ഷീണിതനായ തേരാളി ആയാലും അതുപോലെ അശ്വമായാലും രഥം നശിച്ചാതായാലും എല്ലാവരെയും വേണ്ടതുപോലെ സംരക്ഷിക്കേണ്ടത് സാരഥിയുടെ കടമയാണ്. തേര് പോയാൽ തേര് കൊണ്ടുവരണം. വളരെ ശരിയാണ്, വളരെ പൂർണ്ണമാണ്. അടുത്ത ചോദ്യം, യുദ്ധമുഖത്തെത്തുന്ന ഋഷീശ്വരൻ ആരാണ്? അഗസ്ത്യ മഹർഷി ശ്രീരാമന് നൽകുന്ന മന്ത്രോപദേശം ഏതാണ്? നമസ്കാരം ചെയ്യാൻ ആദിത്യ ഹൃദയ മന്ത്രം. രാമരാവണ യുദ്ധം എത്ര ദിവസം നീണ്ടു നിന്നു? 7 ദിവസം. പൈതാമഹാസ്ത്രത്തെ പ്രയോഗിച്ചാൽ ശ്രീരാമനെ ഏൽപ്പിക്കുന്നത് ആരാണ്? മാതലി. രാവണൻ മരിച്ചു വീഴുമ്പോ, ഹൃദയം പിളർന്ന് മരിച്ചു വീഴുമ്പോ വിഭീഷണൻ അവിടെ ചെന്ന് കരയുന്നുണ്ട്. അപ്പം വിഭീഷണനെ സമാധാനിപ്പിക്കാൻ ശ്രീരാമൻ പറയുന്നത് എന്താണ്? ഭഗവാന്റെ കൈകൊണ്ടാണല്ലോ മരിച്ചിരിക്കുന്നത് അമ്പേറ്റ്. അപ്പൊ അതെ,
വൈകുണ്ഠം തന്നെയാണ് ലഭിച്ചിരിക്കുന്നതും. രാജാവിന് ധർമ്മം എന്ന് പറഞ്ഞാൽ ക്ഷത്രിയ പോർക്കളത്തിൽ മരിക്കുന്നതാണ് ധർമ്മം, വീരന്മാർക്കുള്ള ധർമ്മം. വീരന്മാർക്കുള്ള ാണ് ശോചസ്ത് പണ്ഡിത എന്ന് ഭഗവത്ഗീത പറഞ്ഞിരിക്കുന്ന 4 ലൈൻ. അതെ, ഇത്രയും ഭാഗമായിരുന്നു നമ്മൾ ഇന്ന് പാരായണം ചെയ്തത്. എല്ലാ ഉത്തരം പറയാൻ സമ്മതിച്ചില്ല ജ്യോതിഷൻ ഇവര്. ജ്യോതിഷേട്ടനാണ് ഒരുപാട് ഉത്തരം പറയണമെന്നുണ്ടായിരുന്നു, അതും നടന്നില്ല. എന്താ അറിയില്ല, നിങ്ങളെല്ലാം പറയുന്നതെല്ലാം ശരിയാണോ നോക്കുമായിരുന്നു. തെറ്റാണെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചു തരാന്നുള്ളതാണ്. ജഡ്ജ്മെന്റ് നടത്തുമായിരുന്നു. മാർക്ക് കൂടുതൽ വീണ ആർക്കാന്ന് പറയണം ജഡ്ജ്മെന്റ് നടത്തിയപ്പോ. അത് നമുക്ക് അങ്ങനെ ഒരു പരിപാടി വേണം അല്ലേ? നമുക്ക് നോക്കാം, ഇത് കഴിഞ്ഞിട്ട് രാമായണത്തിന്റെ ക്വിസ് പരിപാടി വെക്കാം. അല്ല ചേട്ടാ, അല്ലെ നമുക്ക് പ്രോത്സാഹന സമ്മാനമൊക്കെ കൊടുക്കാം. എനിക്ക് തോന്നുന്നു ലീല ചേച്ചി എന്തോ പറഞ്ഞു, അഭിലാഷ് എന്തോ പറഞ്ഞു, അത് രണ്ടും കേട്ടില്ല. പറഞ്ഞോളൂ. മത്സരമായി പോകത്തില്ലോ അന്നേരം ഞാൻ ചോദിക്കുക. എന്തേ? മത്സരബുദ്ധിയാവും, അപ്പൊ ഒരു മത്സരബുദ്ധിയാവും. അതെ അതെ, മത്സരബുദ്ധി വേണ്ട നമുക്ക്. മത്സരബുദ്ധി വേണ്ട, ശരിയാണ്. നമ്മുടെ ഈ വേദി അല്ലെ അറിയാവുന്നവർ പറഞ്ഞാൽ മതി. അല്ല എന്നാലും കൂടുതൽ എനിക്ക് തോന്നുന്നു അങ്ങനെ മത്സരം ഇല്ലാത്ത രീതി നമുക്കൊരു ഇതായിട്ടുള്ള രീതിയില് ഒരു പരിപാടി ചെയ്യാം. നമുക്ക് പഠിക്കാൻ പറ്റും പെട്ടെന്ന്, ഓർത്തിരിക്കണം. അതാണ് രാമായണം ഇപ്പൊ വളരെ 4 വർഷമായിട്ട് നമ്മൾ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അത് മാത്രമല്ല, എല്ലാ വർഷവും നമ്മൾ പാരായണം ചെയ്യുന്ന അതേ ഭാഗം തന്നെയാണ് എല്ലാ ചാപ്റ്ററുകൾക്കും ലഭിച്ചിട്ടും ഉള്ളത്. അതൊരു ഇതാണ്. കാരണം ഈവൻ നമ്മുടെ ചെന്നൈ ചാപ്റ്ററിലെ സജനാജി എന്നോട് ചോദിക്കും, കിഷ്കിന്ധാകാന്ഡമല്ല ഞങ്ങൾക്ക് ഇപ്രാവശ്യം പാരായണം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു അത് തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം പാരായണം ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പം മറ്റേ സൂറത്ത് ചാപ്റ്ററിൽ നിന്ന് ആ ഭാഗം തന്നെയാണ് ഈ വർഷവും കിട്ടിയത് അല്ലേ? ഇനി തിരുവനന്തപുരത്ത് തുടങ്ങുന്നതിന് പകരം ഇനി തിരിച്ചു തുടങ്ങാം, ഇപ്പൊ മാറി കിട്ടും. തിരിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഈ പറയുന്ന നമ്മൾ USA ചാപ്റ്റർ എന്ന് പറഞ്ഞാലും അല്ലെ, UAE ചാപ്റ്റർ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളൊക്കെ തന്നെയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ പൂർണ്ണമാവുകയാണ്. അതിനുമുമ്പ് നമുക്ക് നാളെ കാലടി ചാപ്റ്ററിന്റെയാണ് 30ാം ദിവസത്തെ രാമായണക്കാറ്റ്. മറ്റന്നാൾ നമ്മുടെ ബാലശങ്കരത്തിലെ മിടുക്കരായ കുട്ടികളാണ്. ആര്? ഒരു സംശയം. ചേച്ചി ആ കഥ പറഞ്ഞതിനകത്ത് രാമനല്ലയോ ക്ഷീണം സംഭവിക്കുന്നത്, അതോ ലക്ഷ്മണനാണോ? എന്തു ചേച്ചി? വിശല്യകരണി കൊണ്ടുവന്ന സത്യം ചെയ്യാൻ പറയുന്നത് രാമനല്ലയോ? ലക്ഷ്മണനാണ് ആലസ്യം ഉണ്ടാകുന്നത്, മോഹാലസ്യം, ബോധം കെട്ടി. വിഭീഷണനെ അമ്പയ്യാൻ രാവണൻ നോക്കുമ്പോൾ വിഭീഷണന്റെ രക്ഷാർത്ഥമാണ് ലക്ഷ്മണൻ മുമ്പിലോട്ട് ചെന്നത്. അതെ, വളരെ സന്തോഷം ചേച്ചി. ജ്യോതിഷ്ജി, ഇതുപോലെ മൈന്യൂട്ട് കാര്യങ്ങൾ വരെ ചർച്ച ചെയ്തു പോകുന്ന, ചെറിയ ചോദ്യങ്ങൾ വരെ ചോദ്യം ചെയ്തു പോകുന്ന ഒരു പ്രശ്നോത്തരിയും വേറെ ഒരു സംഘടനയിലും നടക്കുന്നില്ല. പക്ഷെ ഇതിനകത്ത് വേറെ പ്രത്യേകത എന്താണെന്ന് പറയാം, ഈ ചോദ്യോത്തരങ്ങള് ആരെങ്കിലും കുറെ യങ്സ്റ്റേഴ്സില് അവർക്ക് ഇന്റർവ്യൂവിന് പോകാൻ വളരെ ഉപകാരം. എല്ലാ നേരത്ത് ഒരു OBC ചെല്ലുമ്പോൾ ഒരു കാര്യം ക്ലിയർ ആവുന്നില്ല അഭിലാഷ് ജി പറയുന്നത്, ക്ലിയർ ആവുന്നില്ല, ശബ്ദം കുറഞ്ഞു. അഭിലാഷ് പറയുന്നതിന് ക്ലാരിറ്റി വരുന്നില്ല അഭിലാഷേ, ശബ്ദം ക്ലിയർ ആയിട്ട് വരുന്നില്ല. അഭിലാഷ് എന്താ പറയുന്നതെന്ന് ഇപ്പൊ കേൾക്കാൻ പറ്റുമോ? അതായത് ഈ പ്രശ്നോത്തരി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ യങ്സ്റ്റേഴ്സിന് വളരെയധികം ഉപകാരമാണ്. ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുന്ന നേരത്ത് ഒരു വലിയ മീൻസ് ഒരു ബിസിനസ് ഹെഡ് അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പോകാൻ നേരത്ത് വന്ന് കയറുമ്പോൾ മുതൽ അവർ അനലൈസ് ചെയ്യും ഒരാളെ.
വരാൻ നേരത്ത്. അപ്പൊ അവര് വേറെ കാര്യങ്ങൾ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ജനറൽ നോളജ് ഒന്നുമല്ല, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് പറയും നീ വരാൻ നേരത്ത് എന്തൊക്കെയാണ് നമ്മൾ തമ്മിൽ പറഞ്ഞതിന്റെ ഒരു റിവിഷൻ തരാൻ പറയുവാണെങ്കിൽ ഈ മെമ്മറി പവർ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. അതിപ്പോ ഉള്ള കോർപ്പറേറ്റ് നടക്കുന്ന എല്ലാ ഇന്റർവ്യൂസും ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത്. അല്ലാതെ ജനറൽ നോളജോ മറ്റുള്ള കാര്യങ്ങളോ ചോദിക്കാറില്ല. അത് പക്ഷേ ഈ പ്രശ്നോത്തരി വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നുണ്ട്. യങ്സ്റ്റേഴ്സിനാണെങ്കിൽ കുറെ ഹെൽപ്ഫുൾ ആവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ശിവരാജി, ഞങ്ങൾക്കും ഇത് വളരെ പ്രയോജനമാണ്. കാരണം അൽഷിമേഴ്സ് ഒന്നും വരത്തില്ല. കാരണം ഇതിങ്ങനെ ഓർമ്മയിൽ വെക്കണം, പിന്നെ പറയണം. അപ്പൊ അത് ഞങ്ങളുടെ ബ്രെയിനിനും ഒരു എക്സർസൈസ് ആയി. സംശയം ചോദിക്കട്ടെ ജ്യോതിഷേ, ഒരു സംശയം ചോദിക്കട്ടെ ജ്യോതിഷേ. പറഞ്ഞോളൂ. രാവണൻ എത്ര ദുഷ്ടനാണെങ്കിലും ആ രാവണന്റെ മന്ത്രം കൊണ്ടാണല്ലോ ശിവൻ പ്രദോഷത്തിന് താണ്ഡവം നടത്തുന്നത്, അല്ലയോ? രാവണൻ ചൊല്ലുന്ന ഇതുകൊണ്ടാണ് പ്രദോഷത്തിന് ശിവൻ താണ്ഡവം നടത്തുന്നത്. ശിവഭക്തനല്ലയോ എത്രയായാലും ഗുരുവായൂരപ്പ? പരമഭക്തനാണ് രാവണൻ. പിന്നെ ജയവിജയന്മാരുടെ അവതാരം ഇല്ലയോ? അതെ അതെ, ആ ശാപം ഭരിക്കാതെ പറ്റത്തില്ലല്ലോ. ആ ജയവിജയന്മാരാണല്ലോ പത്മനാഭസ്വാമിയുടെ അടുത്ത് രണ്ടുപേര് നിൽക്കുന്നത്. ഒറ്റക്കാൽ മണ്ഡപത്തെ നിൽക്കുന്ന രണ്ട് ജയവിജയന്മാരുണ്ടോ അവിടെ? നമുക്കത് ഭഗവാനെ ഗുരുവായൂരപ്പ അതൊക്കെ നമുക്ക് ഓർത്താൽ ഒരുപാട് കാര്യം. ശാപമോഷം കിട്ടി തിരിച്ചു ചെല്ലുണ്ടായോ? അതെ, അതാ ഞാൻ പറയായിരുന്നു. മറ്റുള്ളവർക്കൊന്നുമല്ല, ശിവൻ ആ താണ്ഡവം നടത്തണമെങ്കിൽ അത്രത്തോളം ഉള്ള ഒരു ഭക്തി, ശിവന്റെ അടുത്തുള്ള ഭക്തി കൊണ്ടാണല്ലോ നടത്തുന്നത്. പ്രദോഷത്തിന് ആ താണ്ഡവം നടത്തുന്നത്. ശരി, ഗുരുവായൂരപ്പ ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. അത് മാത്രമേ പറയാനുള്ളൂ. വളരെ സന്തോഷം അമ്മേ. ബാലകൃഷ്ണ സാറിന്റെ അങ്ങയുടെ നമ്പർ ഒന്ന് തരുമല്ലോ, ഒന്ന് ടൈപ്പ് ചെയ്തിടുമോ? ഇപ്പൊ എനിക്കൊന്ന് മ്യൂട്ട് അല്ലെന്ന് തോന്നുന്നു. അങ്ങ് പറഞ്ഞോളൂ, നമ്പർ ഒന്ന് പറഞ്ഞോളൂ. 9820 49 44 25. ഓക്കെ, ഞങ്ങൾ കോൺടാക്ട് ചെയ്യാം സാറിനെ. ശരി, സന്തോഷം. ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങേക്ക് അയച്ചും തരാം. അങ്ങ് ഹൈദരാബാദിലാണെങ്കിൽ നമുക്ക് തെലങ്കാന ചാപ്റ്റർ ഉണ്ട്, അതല്ലെങ്കിൽ ഡൽഹിയിലാണെങ്കിൽ ഡൽഹി ചാപ്റ്ററിൽ അങ്ങേനെ ആഡ് ചെയ്യാം അങ്ങയുടെ അനുമതിയോട് കൂടി. താല്പര്യം ഉണ്ടായെങ്കിൽ ഡൽഹി ചാപ്റ്റർ ഉണ്ട്. ഡൽഹി ചാപ്റ്റർ മതിയാക്കാം. ആയിക്കോട്ടെ. വളരെ സന്തോഷം. അപ്പൊ ഞാൻ പറയാൻ വന്നത്, ബാലശങ്കരത്തിലെ കുട്ടികളാണ് ശനിയാഴ്ച നമ്മുടെ സമർപ്പണ ദിവസം പാരായണം ചെയ്യുന്ന എല്ലാ പരിപാടികളും അവർ തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇന്നിവിടെ പങ്കെടുക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യ സഹകരണം നമുക്കൊന്ന് ഉണ്ടാവണം. അതേപോലെ ചിങ്ങമാസം 1-ാം തീയതി രാത്രി 8 മണിക്ക് നമ്മൾ സൽസന്ധ്യ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിലും നിങ്ങളൊക്കെ ഭാഗവാക്കാകുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. എല്ലാവർക്കും ജഗദീശന്റെ കാരുണ്യ കടാക്ഷം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തേക്ക് ഇവിടെ വാങ്ങാം. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ജയശങ്കര.